ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പാഠഭാഗം വരകൾ, രൂപങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം മലയാളം മീഡിയമാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയവും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഇവിടെ ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണിയുടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. അവിടെ ലോക സമുദ്ര ദിനം നടക്കുകയാണ്. ജൂൺ 8-ന് ഏവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതുപോലെ തന്നെ മതിലിൽ ഒരുപാട് ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രം നോക്കൂ, എന്തെല്ലാമാണ് കാണുന്നത്, കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ, നോട്ട് ബുക്കിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ്? ഇതെന്താണ്? ഒരു വട്ടം അല്ലേ, വൃത്തം കാണുന്നുണ്ട്. വൃത്തം അല്ലെങ്കിൽ വട്ടം എന്ന് പറയാം. ചതുരം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ത്രികോണം. ഇതൊക്കെയാണ് ഈ ഒരു ഓരോ ചിത്രങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി താഴെ നോക്കൂ, ചിത്രം നോക്കൂ, വരക്കൂ. ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ, മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വരച്ച് ചേർക്കുക. ഓക്കെ, ഇവിടെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ വല്ല പൂച്ചരെയോ എന്തിനേയും വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. ഓക്കെ, ഇനി ദിനാഘോഷം. കടലുകാണി സ്കൂളിൽ ജൂൺ 8-ന് നടക്കുന്ന ദിനാഘോഷം ഏതാണ്? ഏത് ദിനമാണ്? സമുദ്ര ദിനമാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? സമുദ്ര ദിനം. ഇനി നിറം കൊടുക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു. അനുവും സുബിയും അതുലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി. ഓക്കെ, ആ മീനുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അവരുണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ. ഈ ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കണം. അപ്പോൾ കൂട്ടുകാർ ആദ്യം ഇത് നിറം കൊടുത്ത് ഭംഗിയാക്കുക, അതിനുശേഷം വരക്കൂ, നിറം കൊടുക്കൂ എന്നുള്ളതാണ്. തന്നിരിക്കുന്ന രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരക്കൂ, നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മീൻ വരക്കാം? ഇവിടെ നമുക്ക് ഇതേപോലെ വരച്ചിട്ട് ഓക്കെ എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്ക് ഒരു മീനിൻ്റെ ഷേപ്പ് കിട്ടും. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇവിടെ മീൻ വരക്കാവുന്നതാണ്. ഇനി ഇവിടെ എങ്ങനെ വരക്കും നമ്മൾ? ഇങ്ങനെ വരക്കുക, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരക്കാം. മീനിൻ്റെ ഒരു ഷേപ്പ് ആയാൽ മതി എന്ന് മാത്രം. ഇനി പല രൂപങ്ങൾ. കടലാസ് മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന രൂപങ്ങളുടെ പേരെഴുതണം. ഇതെന്താണ്? ഇത് എന്ന് പറയുന്നത് വൃത്തം അല്ലെങ്കിൽ വട്ടം എന്നും നമുക്ക് പറയാം. വൃത്തം. ഇനി അടുത്തത് ഏതാണ്? ഈ ഒരു രൂപമുണ്ടല്ലേ, ഇത് ഏത് രൂപമാണ്? ഇത് ത്രികോണമാണ്. അപ്പോൾ ഇതിന് ത്രികോണം എന്ന് എഴുതി കൊടുക്കുക. ത്രികോണം. ഇനി ഏത് രൂപമാണുള്ളത്? ഇനിയുള്ളത് ഈ രൂപമാണ്. ഇതിനെ നമ്മൾ ചതുരം എന്ന് പറയും. ചതുരം. ഇത്രയും രൂപങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ഉള്ളത്. ഇനി അടുത്തത് ഈർക്കിൽ മീൻ. ഈർക്കിൽ ഉപയോഗിച്ച് മീൻ ഉണ്ടാക്കൂ. ഇവിടെ ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് മീൻ ഉണ്ടാക്കിയതാണ് തന്നിട്ടുള്ളത്. ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ. ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കൂ, ദിനാഘോഷങ്ങൾക്ക് അവ ഉപയോഗിക്കണേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മീനുകളൊക്കെ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് വെറുതെ ഉണ്ടാക്കി നോക്കുക. ഈ ചിത്രശലഭം. ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം. അതിനായി പുതിയ രൂപങ്ങൾ വരക്കാം. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ, നിറം കൊടുത്ത് ശലഭത്തെ ഭംഗിയാക്കൂ. ശലഭത്തിലുള്ള രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെയുള്ളത് ഒന്ന് വൃത്തം അല്ലേ, വൃത്തം. ഇത് വൃത്തമാണ്, അപ്പോൾ വൃത്തം. പിന്നെയുള്ളതോ ഇത് ത്രികോണമാണ്, അപ്പോൾ അവിടെ ത്രികോണം. പിന്നെയുള്ളത് ഏതാണ് കൂട്ടുകാരെ? പിന്നെയുള്ളത് ചതുരമാണ്. ഇത് മൂന്നുമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. എന്നെ നിർമ്മിക്കാൻ 3 വര മതി. ഞാൻ ആരാണ്? ഏതാണത്? ഒരു വര ഇത്, ഒരു വര ഇത്, ഇത് മൂന്നാമത്തെ വര. ഇതാരാണ്? ത്രികോണം. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ത്രികോണം എന്ന് എഴുതുക. ഇനി അടുത്തത് നോക്കാം നമുക്ക്. വശം അളക്കാം. കണക്കുപെട്ടിയിലെ ഒരു ചതുരക്കാട് ഉപയോഗിച്ച് ചതുരം വരക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ചതുരക്കാട് ഉപയോഗിച്ചിട്ട് ഒരു ചതുരം വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചതുരം നമ്മൾ വരക്കുകയാണെന്ന് വിചാരിക്കുക. ഇതേപോലെ ആയിരിക്കും ചതുരം വരക്കുമ്പോൾ കിട്ടുന്നത്. ചതുരത്തിന് എത്ര വശങ്ങൾ ഉണ്ട്? എത്ര ഉണ്ട്? 1, 2,
3 4 എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങൾ. മൂലകളോ? ഒരു മൂല, 2 മൂല, 3 മൂല, 4 മൂല. അപ്പം 4 മൂലകളും ഉണ്ട്. നിങ്ങൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരച്ച ആ ഒരു ചതുരം എത്രയാണെന്ന് നിങ്ങൾ അവിടെ അളന്നെഴുതുക. ഒരു വശം 1 സെൻറ്റിമീറ്ററോ ഏതൊക്കെ വശം ഏതൊക്കെ സെൻറ്റിമീറ്റർ ആണെന്ന് ജസ്റ്റ് അളന്നെഴുതുക. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമോ കൂട്ടുകാർക്ക്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ്? 4 വശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് മാത്രമല്ല വേറെന്താണ്? ചതുരത്തിന് 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്തുണ്ടായിരിക്കും? ചതുരത്തിന് 4 മൂലകൾ ഉണ്ട്. അതുപോലെ 4 വശങ്ങളുമുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈർക്കിൽ ചതുരം. 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നീളമുള്ള 2 വീതം ഈർക്കിൽ കഷ്ണം ഉപയോഗിച്ച് അതുൽ, ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം? എന്തുകൊണ്ട്? ആരുണ്ടാക്കിയതാണ്? അതുലുണ്ടാക്കിയതാണ് ചതുരം എന്ന് പറയുന്നത്. കാരണം എന്താണ് കൂട്ടുകാരെ അത് ചതുരം എന്ന് പറയാനുള്ള കാരണം? ഇതിന് 4 മൂലകളും സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതുൽ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അതുലുണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ്. അതുകൊണ്ടാണ് അതുലുണ്ടാക്കിയതാണ് ശരിക്കും ചതുരം എന്ന് പറയുന്നത്. ബിൻസ ഉണ്ടാക്കിയ രൂപം ചതുരമല്ല. എന്തുകൊണ്ട്? കാരണം അത് കുത്തനെയല്ലാത്തത് കൊണ്ട്. ഇനി ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ തന്നിട്ടുണ്ട് ചതുരത്തിന് 4 വശങ്ങളുണ്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെയോ മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുണ്ടായിരിക്കും? ചതുരത്തിന് 2 വികർണങ്ങൾ ഉണ്ടായിരിക്കും. 2 വികർണങ്ങൾ. ഇനി അതുപോലെ തന്നെ സമാന്തര വശങ്ങൾ തുല്യമായിരിക്കും. സമാന്തര വശങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അഥവാ ഇപ്പോൾ ഒരു ചതുരം ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ്? ഈ വശവും അതുപോലെ എതിർവശങ്ങളും തുല്യമായിരിക്കും എന്ന് അർത്ഥം. ചതുരം പല തരം. കണക്കുവെട്ടിയിലെ ചതുരക്കാടുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചതുരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഓരോന്നും ഓരോ വിധത്തിലുള്ള ചതുരങ്ങളാണ്. ഒന്നാമത്തെ ചതുരത്തിൽ 2 ഈ വശം 1 വശം 4 വശങ്ങളുണ്ട്. 2 വശം ഈ വശം തുല്യമാണ്. ഇത് രണ്ടും തുല്യമായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഈ 2 വശം തുല്യം, ഈ 2 വശം തുല്യം. അപ്പോൾ ഓരോന്നും ഓരോ തരത്തിലുള്ള ചതുരങ്ങളാണ്. ഈ സ്കെയിൽ വരച്ച് ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ചതുരം 1 എത്രയാണ്, ചതുരം 2 എത്രയാണ്, ചതുരം 3 എത്രയാണ് എന്നുള്ളത് നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് അളന്നിട്ട് എഴുതി നോക്കുക. ഇനി അളവുകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത് 2 വശങ്ങളും തുല്യമായിരിക്കും, അപ്പുറത്തെ 2 വശങ്ങളും തുല്യമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി പലതരം ചതുരങ്ങൾ ഉണ്ടല്ലോ, അതിൽ 3ാമത്തെയും 4ാമത്തെയും ചതുരം നോക്കൂ. ഇതിൽ 3ഉം 4ഉം നോക്കൂ. 3 എന്താണ്? ഒരു സമചതുരമാണ് അല്ലേ. 4ഉം അങ്ങനെ തന്നെയാണ്. ഇത്തരം ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കുക. എത്ര മൂലകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചതുര കടലാസിന്റെ ഒരു മൂല മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട്? ചതുര കടലാസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഈ രൂപത്തിലാണ് ചതുര കടലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ മൂല കളഞ്ഞു. അപ്പം എന്താണ്? ഇവിടെ ഒരു മൂല വരും, ഇവിടെ ഒരു മൂല വരും. ഇത് 3 4 5 മൂലകൾ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളെടുത്ത ഈർക്കിൽ കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നീളങ്ങൾ തുല്യമായാൽ മാത്രമേ നമുക്ക് സമചതുരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 4 വശങ്ങൾ ഉണ്ടായിരിക്കും, 4 വശങ്ങളും തുല്യമായിരിക്കും. 4 വശങ്ങൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ 2 വികർണങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ 4 കോണുകൾ എന്തായിരിക്കും? 4 കോണുകൾ തുല്യമായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്.
സമചതുരം എന്ന് പറയുന്നത് 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ്. എല്ലാ സമചതുരവും ചതുരമാണ്, എല്ലാ ചതുരവും സമചതുരമല്ല. ചതുരത്തിനുള്ളിലെ സമചതുരം. ഈ ചതുരത്തിനുള്ളിൽ ഒരു വര വരച്ച് സമചതുരം ഉണ്ടാക്കുക. എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് പകുതി എടുത്തിട്ട് വരച്ചു നോക്കുക. അപ്പോൾ 2 സമചതുരം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി സമചതുര കട്ട ഉണ്ടാക്കാം. ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടിക്കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക. ടീച്ചറിൻ്റെ സഹായത്തോടെ സമചതുര കട്ട ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തതായിട്ട് ജിയോ ബോർഡാണ്. ലളിത ലാമ്പിലെ ജിയോ ബോർഡ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക. അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒരു ആണി അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ ഏത് രൂപം കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് രൂപം കിട്ടും? ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ചതുരം തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചേർക്കുമ്പോൾ ചതുരം തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഇനി ഗണിത ക്ലബ്ബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ. ഇതാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇതിനായി എന്തൊക്കെ രൂപങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ രൂപങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് വൃത്തസ്തൂപികയാണ്. ഇതിനെ പറയുന്നത് വൃത്തസ്തൂപിക അഥവാ സ്തൂപിക എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. സ്തൂപിക. അടുത്തത് എന്താണ്? അടുത്തത് സമചതുര കട്ടയാണ്. സമചതുര കട്ട. അടുത്തതോ ചതുരക്കട്ടയാണ്. ഇതെന്ന് പറയുന്നത് ചതുരക്കട്ട. അടുത്തത് ഗോളമാണ്. ഇത് ഗോളം. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലായി. ഇനി കണ്ടെത്താം. ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തൂ. വസ്തുക്കളുടെ പേര് താഴെ കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോ വസ്തുക്കളും എന്ന് നോക്കാം. ഒന്നാമത്തേത് ചതുരക്കട്ടയാണ്. ചതുരക്കട്ടയിലുള്ളത് പുസ്തകം, ഇഷ്ടിക, പെട്ടി. ഇതൊക്കെ ചതുരക്കട്ടയിലാണുള്ളത്. ഗോളാകൃതിയിലുള്ളത് ഭൂമി, പന്ത്. സമചതുരക്കട്ടയിലുള്ളത് ക്യൂബ്, അതുപോലെ തന്നെ പെട്ടി. ഇനി വൃത്തസ്തൂപികയിലുള്ളത് ഏതൊക്കെയാണ്? കോണ് എന്ന് പറയുന്നത് വൃത്തസ്തൂപികയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബർത്ത്ഡേക്ക് ഉപയോഗിക്കുന്ന ക്യാപ്പും ആ ഒരു രീതിയിൽ ഉള്ളത് തന്നെയാണ്. ഇനി എന്താണ് ടാൻഗ്രാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രമാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത്. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ ടാൻഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരിയെന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിലേതൊക്കെയാണ് ചതുരം എന്ന് പറയുന്നത്? ഇതും അതുപോലെ തന്നെ ഇതും. ഇത് രണ്ടുമാണ് ചതുരം. ഇനി മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിൻ്റെ 4 വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു. എത്ര സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സമചതുര കട്ടയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വശം 8 സെൻറ്റിമീറ്റർ, അടുത്ത വശം 8 സെൻറ്റിമീറ്റർ, അടുത്തത് 8, അടുത്തതും 8. അപ്പോൾ എന്താണ്? 4 ഭാഗവും 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 × 4 എന്ന് പറഞ്ഞാൽ 32 സെൻറ്റിമീറ്റർ. ഓക്കെ, 8 × 4 32. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരക്കുക. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു സമചതുരവും സ്കെയിലിൽ ഉപയോഗിച്ച് വരക്കുക. വശങ്ങൾ അളന്നെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ചതുരക്കാർഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ചതുരക്കാർഡ് ഉണ്ടാക്കുക എന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം? വലിയ വശം എന്ന് പറയുന്നത് ഇത്. ഇവിടെ ഒരു സമചതുരം വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വേറെ വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 2 ചതുരമാണ് അവിടെ വരയ്ക്കേണ്ടത്. നാലാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ്. ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചതുരം വരക്കുമ്പോൾ നമുക്കറിയാം, ഒന്നുകിൽ സമചതുരമാണെങ്കിൽ 4 വശവും തുല്യമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചതുരത്തിൻ്റെ ഇത് ചതുരമാണെങ്കിൽ ഇതിൻ്റെ ഈ വശവും തുല്യം, ഈ വശവും തുല്യം, അങ്ങനെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ 2 അളവുകളും തുല്യമാണ് എന്ന് അർത്ഥം. ഇവിടെ നോക്കൂ, 5, 8, 6, 7. അതെങ്ങനെ വരക്കാൻ? അത് സമചതുരം അല്ല. ഇനി 5, 6, 7, 9 അതും വരക്കാൻ വേണ്ടി പറ്റില്ല. 5, 8, 5, 8
അപ്പം എന്താണ് ഇവിടെ ഈ വശം 5 ആണെങ്കിൽ ഈ വശം 5, സോറി ഇത് 8 ആണെങ്കിൽ 8, വലിയ അതാണല്ലേ. ഇത് 5 ആണെങ്കിൽ 5, അങ്ങനെ നമുക്ക് സി വെച്ചിട്ട് വരക്കാൻ വേണ്ടി പറ്റും. ഇനി ഡി വെച്ചിട്ടും പറ്റില്ല, കാരണം അവിടെ എന്താണ് 3 8 ആണുള്ളത്. 3 വശവും 8ഉം ഒരു വശവും 5ഉം ആയി കഴിഞ്ഞാൽ അതൊരിക്കലും സമചതുരം ആയിരിക്കില്ല. താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരക്കാൻ കഴിയാത്തത് ഏത്? വശത്തിൻ്റെ നീളം 8 വീതം. ഓക്കെ, ഒരു വശം 8, അടുത്ത വശം 8, അടുത്ത വശം 8, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഇനി 5 5 5, 4 വശവും 5 ആണ്, അത് വെച്ചിട്ടും വരക്കാൻ വേണ്ടി പറ്റും. 4 വശവും 6 വീതം, അത് വെച്ചിട്ടും വരക്കാൻ വേണ്ടി പറ്റും. അടുത്തത് 5 5 6 6 ആണ്, അതുപോലെ സമചതുരം ആവില്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം, 6ാമത്തേതാണ്. അടുത്ത ചിത്രം വരക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ചതുരം വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇവിടെയാണിത്, ഇതിൻ്റെ ഇവിടെ. അപ്പോൾ അടുത്തത് എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ നിങ്ങൾ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാഠഭാഗമാണ് 1000 കടന്ന് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.